റാപ്പഴി പാലത്തെക്കുറിച്ച് പറയുമ്പോഴത്തേന് നമ്മൾ അത് വർഷങ്ങളായിട്ട് ആ പാലം നാട്ടുകാർ കൂടി നിർമ്മിച്ച ഒരു പാലമാണ്. പക്ഷെങ്കിൽ അവിടെ കൂടുതലും ആൾക്കാർ പള്ളിക്കവല എന്ന് പറഞ്ഞ ആ സ്ഥലത്തുകൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഇതിലെ കൂടെ ചുരുക്കം ചിലരെ പോകുന്നുള്ളൂ. എങ്കിലും നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഫണ്ട് വയ്ക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ അവർക്ക് ആ സ്ഥലത്തു നിന്ന് മാറ്റി സ്ഥാപിക്കണം, പാലം മാറ്റി പണിയണമെന്ന് നിർദ്ദേശം വരികയും അതോടൊപ്പം തന്നെ ആ പ്രദേശവാസികൾക്ക് അത് അവരുടെ സ്ഥലമാണ്, അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കേണ്ട, ഇവിടെ നിൽക്കുന്നിടത്ത് തന്നെ മതി എന്നൊരു തർക്കവും കൂടെ വരികയും ചെയ്തു. പക്ഷെ നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾക്ക് നടപ്പാലം മാത്രമേ നിർമ്മാണത്തിന് നമുക്ക് ഫണ്ടുള്ളൂ. അതിന് ഉപരിയായിട്ട് നമുക്ക് അവർക്ക് ആംബുലൻസ് കയറുന്ന അല്ലെങ്കിൽ ഒരു കാറ് കയറി പോകുന്ന രീതിയിലേക്ക് അവർക്ക് പാല നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം. പക്ഷെങ്കിൽ പഞ്ചായത്തിൽ അവർ പരാതി എന്ന് വെച്ചാൽ ഗ്രാമസഭകളിൽ അവരുടെ ഗ്രാമസഭയിൽ ഒരു 15-ാം വാർഡിലാണ്, 15-ാം വാർഡ് 4-ാം വാർഡിലുമാണ് കൂടി. 4-ാം വാർഡാണ്, അക്കരയിലോട്ട് പോകുമ്പോൾ 15-ാം വാർഡ്, 2 വാർഡുകൂടി ബന്ധിപ്പിക്കുന്ന പാലമാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു 15 ലക്ഷം രൂപയിൽ ഒതുങ്ങുന്ന ഒരു പാല നിർമ്മാണം നമ്മൾ നടത്താമെന്ന് ആലോചിച്ചപ്പോൾ ജനങ്ങൾക്ക് അത് പോരാ, ഒരു ആംബുലൻസ് വേണം എന്നുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ പ്രദേശത്തുള്ള അനേകം ആളുകൾ ഈ പാലത്തെ കൂടെ യാത്ര ചെയ്യുകയും അതോടൊപ്പം തന്നെ കുട്ടികളും പോകുന്നുണ്ട്. പക്ഷേ അവർക്ക് നല്ല യാത്രാ സൗകര്യമുള്ള ഒരു റോഡ് അപ്പുറത്തൂടെ ഉണ്ട്. അത് എളുപ്പം കടന്നു പോകാനായിട്ട് ഈ പാലമാണ് ഉപകരിക്കുന്നത്. അതിൻ്റെ അയ്മനത്തേക്കും അല്ലെങ്കിൽ പൂന്തറക്കാവിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും ഒക്കെ പോകാനായിട്ട് ഈ പാലം നല്ല രീതിയിൽ പണിതാൽ നമുക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും അത് നമ്മൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ വാസവൻ ചേട്ടൻ ഒട്ടനവധി ഫണ്ടുകൾ നമ്മുടെ അയ്മനം ഗ്രാമപഞ്ചായത്തിന് 1-ാം സ്ഥാനത്ത് തന്നെ നിർത്തിക്കൊണ്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒട്ടനവധി ഫണ്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുടയംപടി പരിപ്പ് റോഡ്, അതുപോലെ തന്നെ അമ്പാടി ചാമത്ര റോഡ് എല്ലാം നല്ല രീതിയിൽ പാലങ്ങളും പരിപ്പ് വളശപ്പാലം എല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അയ്മനം ഗ്രാമപഞ്ചായത്തിനും ഒട്ടനവധി ഫണ്ടുകൾ വാസവൻ ചേട്ടൻ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വാസവൻ ചേട്ടൻ്റെ ശ്രദ്ധയിൽ നമ്മൾ ഇത് പെടുത്തുന്നതായിരിക്കും. ആ പാല നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തും.